വലിയ PWD നിലവാരത്തിലുള്ള വീതിയുള്ള ടാർ റോഡ് സൈഡിൽ അത് RC പള്ളിക്കായിട്ട് ഒരു 100 മീറ്റർ പോലും ദൂരമില്ല എന്ന് പറയാവുന്ന അത്രയും അടുത്ത് പാലാ ടൗണിൽ നിന്നും പറയുവാണെങ്കിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്ന 100% ഗ്യാരൻറ്റിയോടുകൂടി പറയാൻ പറ്റുന്ന നല്ലൊരു മേഖലയിൽ നല്ല ഗംഭീരമായ രീതിയിൽ കേരള തനിമയോടുകൂടി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 85 ലക്ഷം രൂപ ചോദിക്കുന്നു. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡാണ്. 1900 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സാലറി എലിജിബിലിറ്റി നോക്കിയിട്ട് മാത്രമേ ഉറപ്പ് പറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനത്തിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ. ഇവിടെ നല്ല വീതിയുള്ളൊരു ടാർ റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുക. 1900 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന, എന്നാൽ സൗകര്യങ്ങളൊട്ടും ചോർന്നു പോകാത്ത ഏറ്റവും നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ എങ്കിലും വില്ല പോലെ വീടുകളല്ല, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ വീട് നല്ല വീതിയുള്ളൊരു ടാർ റോഡിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നത് കാണാം. അത് താഴെയാണ് ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റെപ്പാണത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ വീടിനകത്തോടെ കയറി താഴെ ഇറങ്ങി നിന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ ഒക്കെ നമുക്കൊന്ന് കാണാൻ പോവുകയാണ്. നല്ല മുറ്റമുണ്ട്. 11 സെൻറ്റ് സ്ഥലമാണ്. ഇന്ന് തൊട്ട് മുകളിൽ കാണുന്ന വെളിച്ചം കാണുന്ന ഭാഗം ഒരു RC പള്ളിയാണ്. അപ്പം RC പള്ളിയുമായി 100 മീറ്റർ ദൂരത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡ് വഴി ഒരു റോഡ് താഴത്തെ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡാണ്. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് മുട്ടിയൊരിക്കലും ഒരു വീട് വരില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇത് തൊട്ട് ചേർന്ന് കിടക്കുന്ന 10 സെൻറ്റ് സ്ഥലം കൂടി ഉൾപ്പെടെ വേണമെങ്കിൽ 21 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട്, ഗംഭീര വീടുമായിട്ട് നമുക്ക് ഈ വീടിനെ മേടിക്കാവുന്നതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. വലിപ്പം വരെയൊരു കാർ പോർച്ചും നല്ലൊരു സിറ്റ് ഔട്ടും കണ്ട് നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി പോവുകയാണ്. നല്ല വിശാലമായൊരു സ്വീകരണ മുറി തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു സ്വീകരണ മുറിയൊക്കെ കണ്ട് TV യൂണിറ്റൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുക. ഈ TV യൂണിറ്റ് എല്ലാം കണ്ട് നമുക്ക് അകത്തോട്ട് കയറി പോവുകയാണ്. അവിടെ നമ്മളുടെ ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. കിച്ചണും ഡൈനിങ്ങും തമ്മിലുള്ളൊരു പാർട്ടീഷൻ വർക്ക്. അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ, നല്ല TV യൂണിറ്റിൻ്റെ പോയിൻ്റ്, നല്ല ഡോറുകൾ, തടി കൊണ്ടുള്ള ഡോറുകൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡ് ദൃശ്യങ്ങൾ കണ്ടിട്ടാണെങ്കിൽ നമുക്ക് നേരെ ഡൈനിങ് ഒക്കെ കാണാനായിട്ട് അതുവഴി നമുക്ക് കിച്ചണിലേക്കൊക്കെ പോകാം. അതൊന്നും ഒരു സൈഡിൽ നിന്ന് തൊട്ട് കാണിക്കുകയാണ്. നല്ല വലിപ്പമുള്ള ജനൽപ്പാളികൾ, നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ, എപ്പോക്സി ചെയ്തിട്ടിരിക്കുന്ന എല്ലാ ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടൈല് വർക്ക്, ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ V-ഗാർഡിൻ്റെ വയറ്, ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോസറ്റ്, അതുപോലെ പൈപ്പുകളാവട്ടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു രൂപഭംഗിയും ആകാരഭംഗിയും എല്ലാം ഒത്തുചേർന്ന് നമ്മുടെ കണ്ണിനൊരു കുളിർമ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ വീണ്ടും ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ഹോളിൻ്റെ ദൃശ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമാണിത്. രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. അവിടെ ഈ ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകളുണ്ട്. കബോർഡുകൾ ACP കൊണ്ടുള്ള കബോർഡുകളാണ് ഇവിടെ കാണുന്നത്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിലുമുണ്ട്. എക്സോസ് ഫാന്, ഷവർ, അതുപോലെയുള്ള എല്ലാ ഫിറ്റിങ്ങുകളും
മിറർ ലാമ്പ്, മിറർ എന്ന് വേണ്ടുന്ന എല്ലാ ഫിറ്റിങ്ങുകളും ടോയ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ സ്വീകരണ മുറിയുടെ ഇതിലൂടെ തന്നെ നമ്മൾ TV യൂണിറ്റൊക്കെ കണ്ട ആ ഒരു പോയിൻറ്റിനോട് സമീപത്തോടെ നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. വലുപ്പമേറിയ ഡൈനിങ് ഹാള്, അതിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ ഒരു കോക്കറി ഷെൽഫ്, ഇതൊക്കെയാണ് ഡൈനിങ് ഹാളിൽ ചെയ്തിരിക്കുക. അവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ജിപ്സം വർക്കുകൾ. ഒപ്പം ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലേക്കും ഒരു ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത നമ്മുടെ 3ാമത്തെ ബെഡ്റൂം കാണുവാനായിട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 85 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില. നെഗോഷ്യബിളായിട്ടുള്ളൊരു പ്രൈസാണ്. പള്ളി അടുത്ത വീട് വേണം എന്ന് പറയുന്നവർക്ക് ഇതിനപ്പുറം മറ്റൊന്ന് കാണിക്കാനില്ല. അത്രയ്ക്ക് RC പള്ളി അടുത്തുള്ള ഒരു വീടാണ്. പാലാ മേഖലയിലൊക്കെ കൂടുതലും ആൾക്കാർ വീട് ചോദിക്കുമ്പോൾ പള്ളിയായിട്ട് അടുത്ത് വരുന്ന, ഏറ്റവും അടുത്ത് വരുന്ന, വയസ്സായി കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ പള്ളിയുമായിട്ട് അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ്. നല്ല ടൈല് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഫുൾ ലോൺ സൗകര്യത്തോടു കൂടി മീനച്ചിൽ ഹോംസ് നിങ്ങൾക്ക് ഈ വീട് ഫുൾ ലോണോടുകൂടി വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ലോണിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുഴുവൻ തുകയും വേണമെങ്കിൽ നിങ്ങൾക്ക് ലോണായിട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇവിടെ വാഷ് ഏരിയ, വാഷ് കൗണ്ടർ, മിറർ ലാമ്പ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിച്ചു. മിറർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ഇനി കിച്ചണിലേക്കാണ് കയറിയത്. കിച്ചൺ വിശാലമായൊരു കിച്ചൺ, നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന നല്ല വിശാലമായൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഒരു രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേസിങ് കിച്ചൺ തന്നെയാണ്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈനൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല മഹാഗണി കൊണ്ടുള്ള 95 ഇഞ്ച് വണ്ണുള്ള മഹാഗണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും നല്ല മഹാഗണി കൊണ്ടുള്ള, തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. നമുക്ക് ഏത് തടി ഉപയോഗിച്ചാലും മൂത്ത തടി ഉപയോഗിക്കണം. നല്ല തടി ഉപയോഗിച്ചാൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് തടിയുടെ ഒരു പ്രത്യേകത. വീണ്ടും നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ എല്ലാ എന്തൊക്കെയാണ് ഒരു വീടിന് ആവശ്യമുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് നല്ല പോയിൻ്റോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. നമ്മൾ ഈ പുറകിലത്തെ ഡോറ് തുറന്ന് ഇറങ്ങി നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിലേക്ക് പോകണം. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് കൊടുത്തത്. നമ്മൾ നേരെ ഇത് കംപ്ലീറ്റ് റൂഫ് ചെയ്ത വീടാണ്. റൂഫിങ്ങിലേക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഉണ്ട്. ഇതാണ് ഈ സ്റ്റെയർ കേസ് കയറി കംപ്ലീറ്റ് റൂഫ് ചെയ്ത വീടാണ്. മറ്റൊരു കാര്യം, ഒരു 10 സെൻറ്റ് കൂടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞത് ഈ തെളിഞ്ഞ് കിടക്കുന്ന ഈ സ്ഥലമാണ്. നമ്മുടെ പ്ലോട്ടിനോട്, നമ്മുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്നു. നമ്മൾ ഈ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്നു കഴിയുമ്പോഴാണ് ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം. നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണിച്ചിരുന്നു. ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഈ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡാണ്. നല്ല ടൈല് വർക്കുകളൊക്കെ ചെയ്ത നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെ. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം. ഈ വീട് സ്ഥലവും ഇഷ്ടമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. വീടുകൾ നേരിട്ട് കാണുവാനും ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുവാനും എല്ലാ കാര്യങ്ങൾക്കും മീനച്ചിൽ ഹോംസ് മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ പുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.